ക്യാൻവ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഡേ 5 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബിസിനസ് കാർഡുകൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ബിസിനസ് കാർഡ് എഡിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് നോക്കാം. ബിസിനസ് കാർഡ്സ്. സോ നിങ്ങൾക്കറിയാം, ഏതൊരു സ്ഥാപനത്തിൻ്റെയും ബ്രാൻഡ് ഐഡൻറ്റിറ്റികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ളതാണ് അവരുടെ ബിസിനസ് കാർഡുകൾക്ക്. വിസിറ്റിംഗ് കാർഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഈ ബിസിനസ് കാർഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇന്ന് പലർക്കും ഇപ്പോൾ ഡിജിറ്റൽ പൈസ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിജിറ്റൽ ബിസിനസ് കാർഡുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ കാർഡുകളും ആളുകൾക്ക് ആവശ്യമുണ്ടായിരിക്കും കേട്ടോ. പ്രിൻ്റബിൾ കാർഡിൻ്റെ പുറമെ ഡിജിറ്റൽ കാർഡുകളും ആവശ്യമുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് താഴെ കാണാമല്ലോ ഇങ്ങനെ ഐഡികൾ, സ്റ്റുഡൻറ്റ് ഐ ഡി, ഇങ്ങനെയുള്ള ID കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ബാഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് എലമെൻറ്റുകൾ അല്ലെങ്കിൽ ടെംപ്ലേറ്റുകൾ നമുക്ക് ക്യാൻവയ്ക്കകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് കാർഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം പ്രോ വേർഷനാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണുന്നതെല്ലാം തന്നെ പ്രോ വേർഷനിൽ അണ്ടറിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. കണ്ടല്ലോ, ഈ ഒരു ഇത് ഫ്രീ ആണ്, ഈ ഒരു ടെംപ്ലേറ്റ് ഫ്രീ ആണ്. അതുപോലെ ഈ ടെംപ്ലേറ്റും ഫ്രീ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണുന്ന ഈ ഒരു ടെംപ്ലേറ്റ്, ദെൻ ഇതും ഫ്രീ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് നല്ല ഡിസൈനുകൾ വരുമ്പോൾ, അപ്പോൾ ഇതെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഡിസൈനുകളായിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല ഡിസൈനുകൾ വരുന്ന സമയത്ത് അത് പ്രോ വേർഷനിലേക്ക് മാറുകയാണ്. ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്കതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പറയുന്നത് കമ്പനി നെയിം, നമുക്ക് അതവിടെ നിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എലമെൻറ്റുകൾ ഇവിടെ ആഡ് ചെയ്ത് വെക്കണം, പിക്ചറോ കമ്പനി ലോഗോ മറ്റോ ആഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നേരെ അപ്ലോഡ്സിലേക്ക് പോകാം. അപ്ലോഡ്സിലേക്ക് പോയതിന് ശേഷം ഇവിടെ അപ്ലോഡ് ഫയൽ എന്ന് കാണാം. അപ്ലോഡ് ഫയൽ എന്ന് കാണാം. അപ്ലോഡ് ഫയലിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിനകത്തുനിന്നും എന്താണോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നെയിം ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, നമ്മുടെ അപ്ലോഡ് ഫയലിനകത്ത് ഇതോടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇത് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് പേജിനകത്തേക്ക് അല്ലെങ്കിൽ കാർഡിനകത്തേക്ക് ഇത് ആഡ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വയ്ക്കാം. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് ഭംഗിയാക്കാം. അതായത് ഈ ഫാഷൻ സെൻറ്റർ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് മാത്രം നമുക്ക് മറ്റൊരു കളറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഒരു കളറിൽ നമുക്കതിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ കളറിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, ദെൻ നമുക്ക് ടെക്സ്റ്റ് കളർ എടുക്കുക. ടെക്സ്റ്റ് കളർ എടുത്തതിന് ശേഷം ഇവിടെ പിക്ക് ചെയ്യാൻ ആഡ് ന്യൂ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് പിക് ടൂൾ ഓൺ ആക്കുക. ഓക്കെ, പിക് ടൂൾ ഓൺ ആക്കിയതിന് ശേഷം നേരെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് യെല്ലോ കളർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ഫാഷൻ സെൻറ്റർ എന്നുള്ളതിന് ആ ഒരു കളർ നമുക്കവിടെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പേരൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. മാനേജർ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മുടെ അഡ്രസ്സ്, എക്സാക്റ്റ് ഫോൺ നമ്പർ, അതുപോലെ എവിടെയാണ് ലൊക്കേഷൻ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, ഇങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ നമുക്കതോടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഫോൺ സ്റ്റൈൽ നമുക്ക് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ എലമെൻറ്റുകളൊക്കെ നമുക്ക് ഫോൺ സ്റ്റൈൽ ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. ഇതിനകത്തുനിന്ന് നമുക്ക് മറ്റേതെങ്കിലും ഫോൺ സ്റ്റൈലിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ സെക്കൻഡ് സൈഡ്, അതായത് ഡബിൾ സൈഡ് ആയിരിക്കുമല്ലോ വിസിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതിന് 2 സൈഡ് ഉണ്ടായിരിക്കും. ഡിജിറ്റൽ കാർഡുകളാണെന്നുണ്ടെങ്കിൽ ഒറ്റ സൈഡ് തന്നെ ചെയ്താൽ മതി. ഡിജിറ്റലായിട്ട് കൊടുക്കേണ്ട ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫയലിനകത്ത് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ കമ്പനി നെയിം ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്, നമുക്കത് റിമൂവ് ചെയ്യാം. ദെൻ ഈ ലോഗോ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. ടെക്സ്റ്റിൽ വന്നതിന് ശേഷം ആഡ് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കാം. ദെൻ അതിനുശേഷം www. ഓക്കെ, കറക്റ്റ് സെൻറ്ററായിട്ട് അത് അലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വിസിറ്റിംഗ് കാർഡുകൾ ഇതിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ കണ്ടല്ലോ ഒരുപാട് ടെംപ്ലേറ്റുകൾ, ഇതെല്ലാം പ്രോ വേർഷനാണ് കേട്ടോ. ഈ വന്നിരിക്കുന്നതൊക്കെ ഇത് മാത്രമേ ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രോ വേർഷൻ ഉള്ള ആളുകൾക്ക്, ക്യാൻവ പ്രോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എഡിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ജോബ് കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക, വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്യുന്നത്.
കഴിഞ്ഞ ദിവസത്തെ പ്രാക്ടിക്കൽ വർക്കും ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു കാര്യം കൂടി പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്മിന് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അടുത്ത ക്ലാസ്സിൻ്റെ ലിങ്ക് ലഭിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ചുമ്മാ ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ കണ്ടിരുന്നു കൊണ്ട് നമുക്കിതൊന്നും പഠിക്കാൻ പോകുന്നില്ല, നമ്മളത് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ക്ലാസ് ടൈം, നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത് 10 days ആണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്ന ഈ 2 കാര്യങ്ങൾ, ഒന്നൊരു വെഡ്ഡിംഗ് കാർഡ് എഡിറ്റ് ചെയ്തിട്ടും അതേപോലെ ഇതുപോലെ ഒരു ബിസിനസ് കാർഡ് എഡിറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ അഡ്മിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ഡിസൈൻ നമുക്കത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ എലമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇത് ഫാഷൻ സെൻറ്റർ എന്നുള്ള ഇതിൻ്റെ കളർ നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം കേട്ടോ. വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു ഇമേജുകൾ നമുക്ക് നൽകണമെങ്കിൽ അങ്ങനെ നൽകാം. ഞാനിവിടെ എലമെൻറ്റ്സിനകത്ത് വന്നിട്ട് ഫാഷൻ എന്നുള്ള സെർച്ച് ചെയ്യാണ്. ഫാഷൻ. ഓക്കെ, അപ്പോൾ ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടില്ല, സോറി ടെംപ്ലേറ്റ്സിലല്ല എലമെൻറ്റ്സിലാണ് കേട്ടോ. ഫാഷൻ എന്നുള്ളത് നമുക്കൊന്നൊരു സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടില്ല, ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് നമുക്കിവിടെ ഗ്രാഫിക്സ് ഒക്കെ കാണാം. അപ്പോൾ ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഐക്കൺ വരുന്നതൊക്കെ പ്രോ വേർഷനുള്ള ആളുകൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മറ്റേത് ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. നമുക്കിതിനകത്തുനിന്ന് ഇത് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കാം കേട്ടോ. ഒബ്ജക്റ്റിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഇതിനകത്ത് നിന്ന് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അത് ഏത് കാറ്റഗറി ആണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഫുഡ് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ഐക്കൺസ് ലഭിക്കും. ഓക്കെ, അതുപോലെ വെഹിക്കിൾസ്, ഓട്ടോമൊബൈൽ, അങ്ങനത്തെ ഐക്കൺസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള 1-2 ഡിസൈനുകൾ ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്മിന് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഔട്ട് എടുക്കാം. ഷെയറിൽ പോകുന്നു, ഡൗൺലോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഔട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് പ്രോ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സൈസിൽ നല്ല ക്ലാരിറ്റി കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ക്ലാരിറ്റി കൂട്ടിയിട്ട് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, കാരണം ഇത് പ്രോ വേർഷനാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോ വേർഷനാണ്. ക്യാൻവ പ്രോ ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദെൻ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനകത്തേക്ക് ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടായിരിക്കും. മലയാളം ടൈപ്പിംഗ്, നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 1-2 ക്ലാസ്സിനകത്ത് നമ്മളത് കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് മലയാളം, നമ്മുടെ റീജിയണൽ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. സോ അതിനായിട്ട് നമുക്കൊരു ബ്ലാങ്ക് പേജ് ആദ്യം ഡിസൈൻ ചെയ്യാം. ക്രിയേറ്റ് ഡിസൈൻ കൊടുത്തതിന് ശേഷം നമുക്കത് കസ്റ്റം സൈസിൽ ഒരു 180x180, ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഇതേ മോഡൽ തന്നെ മലയാളം ടൈപ്പ് ചെയ്താൽ മതി. നല്ല നല്ല ഡിസൈനുകൾ നമുക്ക് മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. ഈ ബ്ലാങ്ക് പേജിൽ ആദ്യം നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. എലമെൻറ്റ്സിൽ വന്നതിന് ശേഷം ഞാൻ കേരള നമ്മൾ സെർച്ച് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഫോട്ടോസിൽ കേരള റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ഡാർക്കായിട്ട് ഇരുന്നോട്ടെ, നമുക്ക് ഈ ഒരു ഇമേജ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് ബിൽഡ് ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് ഇമേജുകൾ ഉണ്ട് കേട്ടോ. പ്രൊഫഷണൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി ഡിസൈനുകൾ ഇതിനകത്ത് നിൽക്കാൻ സാധിക്കും. ദെൻ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു വെബ്സൈറ്റിൻ്റെ സഹായം നമുക്ക് വേണം ഈ ടെക്സ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് റീജിയണൽ ലാംഗ്വേജുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നോർമൽ ടൈപ്പിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആക്റ്റീവ് ആവില്ല. ക്യാൻവയ്ക്കകത്ത് അത് ആക്റ്റീവ് ആവില്ല. കാരണം ക്യാൻവ എന്ന് പറയുന്നത് ഒരു വെബ് ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വെബ്സൈറ്റ് കുറ്റിപ്പെൻസിൽ
അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോട്ടോഷോപ്പിൽ ഇല്ലുസ്ട്രേറ്ററിലൊക്കെ പലരും ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ കുറ്റി പെൻസിൽ എന്ന് പറയുന്ന ഈ ഒരു ടൂള്. ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് സൈറ്റ് ആക്സസ് ചെയ്യാം. www.kuttipencil.com ഈ സൈറ്റിനകത്തേക്ക് വരിക. വന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ മംഗ്ലീഷ് കീബോർഡ് അവൈലബിൾ ആണ്, അതായത് ഗൂഗിൾ കീബോർഡ്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് മുകളിൽ കാണാം. കുറ്റി പെൻസിൽ എന്നുള്ള സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് മുകളിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ URL ചേഞ്ച് ആയി, kuttipencil.in/google എന്നായി. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ കീബോർഡാണ് ഇപ്പോൾ സപ്പോർട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ എൻ്റെ നാട് എന്ന് എഴുതി നോക്കാം. എൻ്റെ നാടെന്ന് ഞാൻ എഴുതി. അപ്പോൾ അത് ഇംഗ്ലീഷാണ് ഞാൻ എഴുതി കേട്ടോ. ഇംഗ്ലീഷ് എഴുതിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം വന്നു. അതാണ് ഗൂഗിൾ കീബോർഡ് ആക്കി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്. ഇനി അതിന് ശേഷം ഇവിടെ കൺവേർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, കണ്ടല്ലോ, കൺവേർട്ട്. അപ്പോൾ നമുക്ക് ക്യാൻവയിലൊക്കെ ഈ ML സീരീസ് ആൻഡ് FML സീരീസ് ഫോണ്ടുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കതിൽ FML എടുത്ത് നോക്കാം. കോപ്പി ടു, ഇതൊക്കെ ഫ്രീ ആണ്. ഇങ്ങനെ ചെയ്യുന്ന ഈ സ്റ്റെപ്പുകളൊക്കെ ഫ്രീ ആണ്. കോപ്പി ടു FML കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോപ്പി ടു FML എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. എന്നാൽ അതിനുശേഷം നമുക്ക് ഈ കോപ്പി ടെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എൻ്റെ എന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ എൻ്റെ എന്നുള്ളത് മാത്രം നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ എൻ്റെ നാട് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ക്യാൻവയിലേക്ക് വരുന്നു, ടെക്സ്റ്റ് എടുക്കുന്നു. ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, കണ്ടല്ലോ, ആഡ് ടെക്സ്റ്റ് ബോക്സ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത സമയത്ത് കണ്ടല്ലോ, ഇവിടെ FSAM എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു എഴുത്താണ് അവിടെ വന്നിട്ടുള്ളത്, അല്ലേ, ഒരു ടെക്സ്റ്റാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഫോൺ സ്റ്റൈൽ എന്ന് പറയുന്നത് ക്യാൻവ സാൻസ് എന്ന് പറയുന്ന ഒരു ഫോൺ സ്റ്റൈലാണ്. ഓക്കെ, ക്യാൻവ സാൻസ് എന്ന് പറയുന്ന ഒരു ഫോൺ സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മലയാളം ഫോണ്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മലയാളം ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഫോണ്ടിൻ്റെ അത് മാറി വരും. ഞാനത് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. നമുക്ക് എൻ്റെ നാട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സൂം ചെയ്തേക്കാം. ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറുന്നത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് FML, അതായത് FML ഫോണ്ടിൽ TT ദേവിക എന്ന് പറയുന്നൊരു ഫോണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, മറ്റൊരു ഫോണ്ട് സ്റ്റൈലിലേക്ക് മാറ്റാം. കണ്ടല്ലോ, എൻ്റെ നാട് എന്നുള്ളത് അവിടെ ചേഞ്ചായി. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഫോണ്ടിന് നമ്മളിവിടെ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും കേട്ടോ. കണ്ടല്ലോ, ഇത് ഇങ്ങനെ കൂടിച്ചേർന്ന് നിന്നിരുന്നൊക്കെ നമുക്കങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് സെലക്ട് ചെയ്തിട്ട് മറ്റൊരു ഫോണ്ട് സ്റ്റൈൽ കൊടുത്ത് നോക്കാം. കണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകൾ നിങ്ങൾക്ക് ക്യാൻവയുടെ പ്രോ വേർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫോണ്ടിൻ്റെ ഭംഗി നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് ഒബ്വിയസ്ലി നല്ല നല്ല ഔട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എൻ്റെ നാട് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നാട് എന്നുള്ളതിന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ നാട് എന്നുള്ളതിൻ്റെ നാട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേതിലോ കളറിലേക്ക്, ഒരു യെല്ലോ സംതിങ്, ആ ഒരു കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടല്ലോ. സോ ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ മലയാളം ഫോണ്ടുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ഈ സെയിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കണ്ടൻറ്റുകൾ കണ്ടല്ലോ, ഈ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിലേക്കാണ് നമുക്കത് വേണ്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്കത് വേണ്ടിയിരുന്നത് ആ ഒരു ഫോണ്ടിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലേക്കാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ഫോണ്ട് എന്തായാലും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും, കാരണം മലയാളം ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിരിക്കുന്നത്, അതായത് കുറ്റി പെൻസിലിൽ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ഈ ടെക്സ്റ്റ് എക്സാക്റ്റോടെ വർക്ക് ചെയ്യുകയുള്ളൂ ഈ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ. ഓക്കെ, ഇതിലേക്ക് നമ്മളത് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം അത് സെലക്ട് ചെയ്യുന്നു, ഏതെങ്കിലും FML ഫോണ്ടിലേക്ക് അത് മാറ്റുക. ഒരുപാട് ഫോണ്ടുകളുണ്ട് കേട്ടോ ഇതിനകത്ത്. ദെൻ കണ്ടല്ലോ എൻ്റെ അപ്പോൾ ആ ഒരു എഫക്റ്റ് കൊടുക്കണം നമുക്കത് ലഭിച്ചു. എൻ്റെ നാട് എന്നുള്ളത് കണ്ടല്ലോ, ഇങ്ങനെ ആ ഒരു എഫക്റ്റ് കൊടുക്കണം നമുക്കത് ലഭിച്ചു. സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ പ്രോ അക്കൗണ്ടുകളുള്ള ആളുകൾക്ക് മലയാളം വളരെ ഈസി ആയിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും.